audience. Play music. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. ജൂപ്പിറ്റർ മഴ. ജൂപ്പിറ്റർ മഴ. മിക്ക അമ്മമാരും അടിക്കാറുള്ള ഒരു ഡയലോഗ് എൻ്റെ അമ്മ അടിച്ചിട്ടുണ്ട്. അതായത് ബുദ്ധിയാണ് എൻ്റെ മെയിൻ. ബുദ്ധിയാണ് എൻ്റെ മെയിൻ സംഭവം സാറേ. ബുദ്ധിയുണ്ട് ഉപയോഗിക്കില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചിലരെന്നോട് ചോദിക്കും, ചേട്ടാ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് തോക്കുന്നത്? ശ്രമിക്കുന്നുണ്ടോ? ഒന്നും ശ്രമിക്കാത്തവര് സേഫാ. നമ്മളെപ്പോഴും പുറകിലാന്നൊരു ഫീലിംഗ് നമുക്കുണ്ട്. കാര്യം നമ്മൾ കാണുന്നത് ആൾക്കാർ മലേഷ്യയിൽ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു, വിയറ്റ്നാം പോകണു, UK US പഠിക്കുന്നു. അപ്പൊ നമ്മളുടെ വിചാരം ഇവരൊക്കെ എല്ലാം ഫിഗർ ഔട്ട് ചെയ്തു, നമ്മൾ കാട്ടില്ല. ഒരിക്കലല്ല. ഈ റാപ്പില് ഇയാൾ എന്റെ കോമ്പറ്റീറ്റർ ആണ് അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ച് താല്പര്യമുള്ളതിലാണ് എന്തെങ്കിലും ഒരു ചാൻസ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി പുള്ളി അതിന്റെ ഒരു സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ആ സോങ്ങിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹലോ everybody, this is Meenakshi Ashokan and you are watching a brand new episode of ബ്രാൻഡ് യാത്ര. ഇന്ന് ബ്രാൻഡ് യാത്രയിൽ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു സിംഗറാണ്, ബ്ലോഗറാണ്, മ്യൂസീഷ്യനാണ്. ലെറ്റ്സ് വെൽക്കം കാർത്തിക് കൃഷ്ണൻ. ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഹാപ്പിയാണോ? സുഖമാണ്, ഹാപ്പിയാണ്. കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് കുറച്ചേറെ ഹാപ്പിയാണ്. ഓക്കെ. അതെ, അതെന്താണെന്നറിയില്ല, മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മീനാക്ഷിയുടെ വിശേഷം? ഞാൻ സുഖം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണാറുണ്ടായിരുന്നു ബ്രാൻഡ് യാത്രയുടെ മുമ്പുള്ള ചില എപ്പിസോഡ്സ് ഒക്കെ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു. ചേട്ടാ, എന്തുകൊണ്ടാണ് ഹംബിൾ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞൊരു നെയിം ചൂസ് ചെയ്തത്? അതിന് എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? അതോ ചേട്ടൻ ഹംബിൾ ആയതുകൊണ്ട് ഹംബിൾ മ്യൂസീഷ്യൻ ഇട്ടതാണോ? ഇത് മുമ്പ് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2017. അപ്പൊ ആ ടൈമില് എനിക്ക് ചാനലിന്റെ പേര് എൻ്റെ പേര് വെച്ച് വേണ്ട എന്ന് എനിക്ക് തോന്നിയിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ എന്റെ പേര് കാർത്തിക് എന്നാണല്ലോ, അത് പലർക്കും അറിയില്ലേ, അമ്പളി എന്നാണ് വിളിക്കാറ്. അപ്പൊ കാർത്തിക് എന്ന് പറഞ്ഞ പേര് കോമൺ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, അപ്പൊ ഭാവിയിൽ വേറെ ചാനൽസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കണമല്ലോ. അതുപോലെ തന്നെ പിന്നീട് കാർത്തിക് സൂര്യൊക്കെ വന്നു. കാർത്തിക് എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ റാൻഡംലി വന്നൊരു പേരാണ് ഹംബിൾ മ്യൂസീഷ്യൻ ഇട്ടാലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിച്ചു. ഇങ്ങനെയുള്ള സജഷനൊക്കെ ഞാൻ പെട്ടെന്ന് എൻ്റെ അനിയനോടാണ് ചോദിക്കാറ്. അപ്പൊ അവൻ പറഞ്ഞു അത് കൊള്ളാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ഇപ്പോൾ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചക്കാർ ഉള്ളിടത്താണ് ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അപ്പം നമ്മളതിലെപ്പോഴും ഒരു ഹംബിളായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാര്യം എൻ്റെ അച്ഛനും മ്യൂസീഷ്യനാണ്, കർണാട്ടിക് വോക്കലിസ്റ്റ് ഒക്കെയാണ്, പഠിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഇത്രയും നാളായിട്ടും ആൾക്കാർ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഒന്ന് ബാക്കിലേക്ക് പോട്ടെ. 2017 എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഈ റാപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫാമിലിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു റാപ്പിൽ വന്നപ്പോൾ? ഫാമിലിയുടെ റെസ്പോൺസ് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ അതെ, ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങ് ഇതായിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് ഞാൻ റാപ്പ് പക്ഷെ ഞാൻ 2017 എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ 2017 ഇത് ആക്ച്വലി ഞാനൊരു മ്യൂസിക് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പേരും. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കവർ സോങ്സ് മാത്രം ചെയ്യുന്ന ഒരു ചാനൽ. കാര്യം എനിക്കറിയാവുന്ന പാട്ട് പാടാനാണ്, പിന്നെ അത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പല വ്ളോഗേഴ്സും ഒക്കെ വന്നു. ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയ ഒരു 5 മാസം എന്തോ കഴിഞ്ഞപ്പോഴാണ് കാർത്തിക് സൂര്യ യൂട്യൂബിലേക്ക് വരുന്നത്. അതുപോലെ സുജിത് ഭക്തൻ ചേട്ടൻ അറിയായിരിക്കും. അപ്പം അവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകാൻ ബ്ലോഗ് ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ വേറെ മേഖലകള് ലൈഫ് സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ചാനലിന്റെ പേര് മാറ്റിയില്ല, അങ്ങനെ തന്നെ മതി. അതിൽ തന്നെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. പാട്ട് റാപ്പ് എഴുതി ഞാൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞ ലോക്ക്ഡൌൺ സമയത്താണ്. അതിന് മുമ്പ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളുടെ ഒരു റാപ്പ് മറ്റേ മൂവി ഉണ്ടല്ലോ, എന്താണ് ഗള്ളി ബോയ് ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു മൂവി ഉണ്ട്. അപ്പൊ അതില് റാപ്പാണ് മെയിൻ ഇത് വൃത്തം. അതിന്റെ അതാണ് അപ്നാ ടൈം ആയേക എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. അപ്നാ ടൈം ആയേക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഉള്ളവർക്ക് ആൾക്കാർക്ക് അത്ര ഇതാകാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു കൊറോണക്കൊക്കെ മുമ്പാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെതായ വരികൾ എഴുതണമെന്നൊക്കെ തോന്നിയായിരുന്നു.
പക്ഷെ എന്നാലും ലോക്ക്ഡൌൺ വരെ പിന്നെ എഴുതിയില്ല. ലോക്ക്ഡൌണിൽ എല്ലാവരും വെറുതെ ഇരുന്ന സമയത്താണല്ലോ നമുക്ക് പല ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വന്നത്. വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ വെറുതെ റാൻഡംലി ഓരോന്നൊക്കെ എഴുതാൻ തുടങ്ങി, ചെറുതായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി. അപ്പൊ അവിടെ നിന്നാണ് എഴുതി തുടങ്ങി. വീട്ടുകാരുടെ റെസ്പോൺസ് നല്ലത് തന്നെയായിരുന്നു. അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി. പിന്നെ ചില വിഷയങ്ങൾ, അത് നമ്മളിപ്പോ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പറ്റി എഴുതുമ്പോ ഒക്കെ ചില കാര്യങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ടാവാം. പക്ഷെ എന്നാലും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കല്യാണ റാപ്പ് എന്നും പറഞ്ഞിട്ട്, കല്യാണം റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ സൊസൈറ്റീനെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു റാപ്പാണ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ പേടിയുണ്ടായിരുന്നു, അക്സെപ്റ്റൻസ് കിട്ടുമോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വരുമോ എന്നൊക്കെ? പേടിയൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ഞാൻ എഴുതുമ്പോൾ ഞാൻ ഇത് പബ്ലിഷായി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിനെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ഭയങ്കര സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഞാനൊരിക്കലും കല്യാണത്തെ പറ്റി ഒരു റാപ്പ് എഴുതാം അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി ഞാൻ എന്നാ പിന്നെ ഒരെണ്ണം എഴുതാന്നും പറഞ്ഞാൽ ഇരുന്നിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ ഐഡിയാസ് വരുന്നത് ചിലപ്പോൾ വല്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ കുളിച്ചോണ്ടിരിക്കുമ്പോഴോ കഴിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു വെളുപ്പിന് 2 മണിക്കൊക്കെ പെട്ടെന്ന് ഒരു ഐഡിയ വരും. അപ്പൊ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇരുന്ന് എഴുതാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ലൈൻസ് കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടല്ല. അപ്പൊ ഇത് എങ്ങനെ വന്നതെന്ന് വെച്ചാല്, ഞാനിപ്പോ എന്റെ ചെറുപ്പം തുടങ്ങിയപ്പോ നമ്മുടെ ഫാമിലി തന്നെ കസിൻസിലാണെങ്കിലും പെൺകുട്ടികളാണ് കൂടുതൽ, അതും ചേച്ചിമാരാണ്, എന്നെക്കാളും പ്രായത്തിന് മുകളിലുള്ളവരാ. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ അവരുടെ അതെ, പിന്നെ മറ്റു ഫാമിലീസിലും ഈ പെൺകുട്ടികൾ വളരെ ഏർലി ഏജിൽ തന്നെ കല്യാണം കഴിച്ച് പോകുന്നതിനെ പറ്റി അങ്ങനത്തെ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം പലരും ഇതിനൊരു ഒഴിവാക്കാൻ പറ്റാത്ത സാധനമായിട്ടാണ് അവര് കാണുന്നില്ലെങ്കിൽ പോലും വീട്ടുകാർ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇവരുടേതായ പല ഡ്രീംസും പല ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും കല്യാണത്തിന് തയ്യാറാവുക. ചിലർ പകുതി മനസ്സോടെ ആയിരിക്കും തയ്യാറാവുക. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ഒരു നിർബന്ധം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എനിക്ക് എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാധനം എഴുതിയാലോ. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിൽ അത് വളരെ വ്യാപകമായിട്ടുണ്ട്. ഈവൻ 18 വയസ്സാവാൻ കാത്തിരിക്കുന്ന ടീംസ് ഇപ്പോഴും ഉണ്ട്. പെൺകുട്ടിക്ക് അത് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കല്യാണം കഴിച്ചുവിടും. കാര്യം അവളെ ബുദ്ധി വളരാൻ സമ്മതിക്കാൻ അതിനു മുന്നേ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ് പോകാന്ന് വെച്ചാൽ അത് ഭയങ്കര സ്കേറിയാണ്, ഭയങ്കര വിഷമകരമാണ്. പക്ഷെ അതിൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നാട്ടുകാര് പറയണതും എങ്ങനെയാണ് കഴിപ്പിച്ച് വിടുന്നതെന്നെല്ലാം ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരു റെസ്പോൺസ് ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. പക്ഷെ അതൊക്കെ അന്ന് ചർച്ച ചെയ്യാൻ ഒരുപാട് നല്ല നല്ല കമന്റ്സ് അതിന്റെ അടിയിലോ ഇപ്പോഴും സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ. അയ്യോ, അത് കല്യാണം പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു 40+ ആയിട്ടുള്ള വീട്ടമ്മമാരുടെയൊക്കെ മെസ്സേജ് വന്നിരുന്നു. കാര്യം അവര് ഇതിന്റെ വിക്ടിംസ് ആണ്. വളരെ ഏർലി കല്യാണം കഴിക്കേണ്ടി വന്നവരും പല സ്വപ്നങ്ങളും മാറ്റി വെച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സീരിയസ് ആയിട്ടൊരു സംഭവം അടുത്തുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ പേടിയൊന്നും. എനിക്ക് സത്യം പറഞ്ഞ പ്രൊഡക്ഷന് പൈസ ഇല്ലാത്ത കാരണം ഞാൻ ഈ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എടുത്തിട്ട് അതിന്റെ പുറത്ത് പാടിയിടാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും സ്പോട്ടിഫൈലൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് പാടാത്തതുകൊണ്ട് ലിറിക്സ് ചിലത് എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് പറഞ്ഞാല്, പെണ്ണായി ജനിച്ച കൊണ്ടറിയണം നീ പാചകം, എങ്കിലും സ്വന്തം വീട്ടിൽ നിനക്കില്ല വാചകം, ഉറച്ച ലക്ഷ്യബോധം നിന്റെ ഉള്ളിലുണ്ടെങ്കിലും വീട്ടുകാർക്കും നാട്ടുകാർക്കും അതെല്ലാം അരോചകം, എല്ലാരും പറയും നീ കല്യാണം കഴിക്കണം, ഭർത്താവ് പറയുന്ന കേട്ട് നീ ജീവിക്കണം, കാലങ്ങളായി വിടുള്ളി അടിമത്തം തുടരണം, നിന്റെ സ്വപ്നങ്ങളെല്ലാം അവനെ നീ ത്യജിക്കണം, പോണം വീട് വിട്ട് നീ പോണം. പക്ഷെ അതിന്റെ എന്തെങ്കിലും ചേട്ടൻ എന്തിങ്ങനെ ഓഡിയൻസിനോട് എന്തെന്നാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഒരു രസമുള്ളൊരു സംഭവം. അതിന്റെ കമന്റ്സ് ആക്ച്വലി ഭയങ്കര നല്ല കമന്റ്സ് ആയിരുന്നു. അധികം നെഗറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് ഒരുപാട് വിക്ടിംസ് ആണ് കൂടുതലും കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത്. നല്ലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഒരു മാസ്മരികമായ ഒരു സംഭവമുണ്ട് ജെൻഡർ റൂൾസ്. എന്തോരം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തൊരു സംഭവമാണ് ജെൻഡർ റൂൾസ്. അതെ, ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്. അപ്പം അത് എഴുതി പാടിയിരുന്ന സമയത്തും ചേട്ടൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ അത് ഏറ്റെടുക്കും എന്നുള്ളത്? ഒരിക്കലുമില്ല. കാര്യം ജെൻഡർ റോൾസ് വളരെ റാൻഡംലി എൻ്റെ ഇതിലോട്ട് മനസ്സിലോട്ട് വന്നൊരു സാധനം. അതും ഞാൻ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ അത് മൊത്തം എഴുതാനായിട്ട്. ഇത് ഞാൻ എഴുതി അത് വീഡിയോ ആക്കി കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ സംശയിച്ചിരുന്നിട്ടുണ്ട്. കാര്യം തലേന്ന് രാത്രി ഞാൻ ഒരു പ്രാവശ്യം ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇരുന്ന് ചുമ്മാ എഴുതി ആ വീഡിയോ ഇപ്പോഴുണ്ട് ഉക്കിലയിൽ വെച്ചിട്ട്. അത് മറ്റേ പ്രൊഫഷണലി റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഫോൺ എടുത്ത് ഫ്രണ്ട് വെച്ച് ഉക്കിലയിൽ വെച്ച് ഞാൻ പാടിയൊരു പാട്ടാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു അന്ന് രാത്രി തന്നെ, പിന്നെ ഇത് ശരിയാവുക കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അതുല്, അന്ന് ഞാൻ മൈജിയിൽ വർക്ക് ചെയ്യാം. അതുല്ല ഞാനിത് കേൾച്ചാടെ ഇങ്ങനത്തെ സാധനം ഞാൻ ചെയ്തത് അപ്ലോഡ് ചെയ്യട്ടെ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല
വലിയ എന്താ വെച്ചാൽ അവനങ്ങനെ ഭയങ്കര സൂപ്പർ എന്നൊന്നും പറയില്ല, ഇത് കുഴപ്പമൊന്നുമില്ല നീ ഇട്ടോ എന്നേ പറയുള്ളൂ. അങ്ങനെ ഞാൻ ഓഫീസിൽ ഇരുന്ന് ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് എന്തോ അപ്ലോഡ് ചെയ്യണം. പക്ഷെ അന്ന് തന്നെ ഏതാണ്ട് 12 മണിക്ക് അപ്ലോഡ് ചെയ്ത് വൈകുന്നേരം 4 മണിയാകുമ്പോൾ തന്നെ 1 മില്യൺ ആയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലെന്തോ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കണ ഒരു സംഭവമാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത്. അതൊട്ടും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാ. അത് ചേട്ടൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയതാണോ അതോ പെട്ടെന്ന് വന്നൊരു തോട്ടില് ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? കാര്യം നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളല്ലേ. കാര്യം ഇപ്പം വളർന്നു വരുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പം ഞാനും ഇപ്പം എൻ്റെ അനിയൻ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ആമ്പിള്ളേര് കുറവാണ്, കൂടുതലും പെൺകുട്ടികളായിരുന്നു. അപ്പം അവരുടെ പുറത്ത് പലപ്പോഴും ഇങ്ങനെ എന്താ പറയാ കുറെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മളാണുങ്ങളായതുകൊണ്ട് നമുക്ക് പലതും ചെയ്യുന്നതിന് ഓക്കെ ആണ്, പക്ഷെ അതേ സെയിം കാര്യം അവർ ചെയ്യുമ്പോൾ ജസ്റ്റ് ബിക്കോസ് ആ ഒരു ജെൻഡറിന്റെ ബേസിസിൽ പെൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് പല റെസ്ട്രിക്ഷൻസും വരുന്ന പോലെ ചെറുപ്പം തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി എഴുതണം എന്ന് തോന്നിയത്. ഇപ്പൊ പല ഹോസ്റ്റൽസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗേൾസിന് ഒരു ടൈം ഉണ്ട് തിരിച്ചു കയറാൻ, ആൺകുട്ടികൾക്ക് ടൈം കുറച്ചുകൂടി ലേറ്റായി കയറിയാലും കുഴപ്പമില്ല. അപ്പൊ അതെന്താ ഓക്കെ സേഫ്റ്റി ഓഫ് കോഴ്സ് നമുക്ക് പറയാം, പക്ഷെ എന്നാൽ കൂടി അങ്ങനെ അല്ലല്ലോ, അതൊരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. പിന്നെ അന്ന് ഒരു ദിവസം വന്നപ്പോൾ എനിക്കൊരു മൂഡ് തോന്നി എന്നാൽ പെട്ടെന്ന് എഴുതാന്നുള്ളത്, അങ്ങനെ ചെയ്തതാ. അങ്ങനെ ചെയ്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ തോൽവി സോങ്ങും കുറേ പേർക്ക് റിലേറ്റബിൾ ആവാൻ പറ്റിയിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പം അത് ചേട്ടൻ എന്ത് തോന്നുന്നു? ഓഡിയൻസ് അതും ഏറ്റെടുത്തൊരു സംഭവമാണ്. അതായത് തോൽവി സോങ് എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടായിരിക്കും അത് ഓഡിയൻസിന് കണക്ട് ആയത് എന്ന് ചേട്ടൻ വിചാരിക്കുന്നത്? തോൽവി സോങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി തോൽവി എഫ് സി എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ സോങ് ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ സിനിമയുടെ തീം അങ്ങനെയായിരുന്നു. കാര്യം ഇപ്പൊ അതിലെ ഡയറക്ടർ ജോർജ് കോര, പുള്ളി ആക്ടറൊക്കെയാണ്, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തോൽവി എന്ന് വെച്ചാൽ ഒരു മോശം കാര്യമാണ്, ഒരിക്കലും അല്ല. നമ്മൾ എന്തുകൊണ്ടാണ് തോക്കുന്നത്? ശ്രമിക്കുന്നുണ്ടാണ്. ഒന്നും ശ്രമിക്കാത്തവര് സേഫാ, അവർക്ക് അപ്പം തോൽക്കുന്നതിലും മോശമാണ് ഒന്നും ശ്രമിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പൊ തോൽക്കാനായിട്ട് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളൊരു സംഭവം. അപ്പൊ അതെനിക്ക് തോന്നുന്നു കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാര്യം തോൽക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവരെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ, അല്ലാതെ പേടിച്ചിരുന്നവരാരും ഇങ്ങ് എത്തിയിട്ടില്ല. അപ്പൊ മേ ബി ആ ഒരു ഫാക്ടർ ആയിരിക്കും ആ സോങ്. പിന്നെ എന്താന്ന് വെച്ചാൽ അത് പിള്ളേരുടെയും കൂടി ആയിട്ട് കണക്ട് ആവുന്ന ഒരു പാട്ടാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ റാപ്പ് എന്ന് പറഞ്ഞൊരു റാപ്പും എഴുതിയിട്ടുണ്ട്. അതും സ്കൂൾ പിള്ളേര് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു സാധനമായിരുന്നു. പാരന്റ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതാ പാടിയായിരുന്നു. ആൻഡ് വെരി റീസെന്റ് ഞാൻ നമ്മളുടെ ട്രിവാൻഡ്രത്ത് മാതൃഭൂമിയുടെ ഒരു ഫെസ്റ്റിവൽ നടന്നില്ലേ, ലിറ്ററേച്ചർ, അതില് ഞാനൊരു റീൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ തിരുമാലി ഫെജോ ഒക്കെ ഇരിക്കുന്ന അവരൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെഷനിൽ ഒരു 7ാം ക്ലാസ്സുകാരൻ പയ്യൻ ഒരു അപ്കമിങ് റാപ്പർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവന് ഇന്ത്യൻ എഡ്യൂക്കേഷൻ റാപ്പാണ് പാടിയത്. അപ്പൊ അവിടെ പലരും ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ട്രാക്ക്, ആരെഴുതിയ സോങ് ആണ്, അറിയുന്നുണ്ടായില്ല. പക്ഷെ എനിക്കെന്തോ അത് കണ്ടപ്പം കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഞാൻ ആ സ്റ്റേജിൽ ഇല്ലെങ്കിൽ പോലും എൻ്റെ ഒരു ആർട്ട് അവിടെ എത്തിയല്ലോ, അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ അതെ. അപ്പൊ തോൽവി എഫ് സി ആണെങ്കിലും ഇതാണെങ്കിലും പിള്ളേരുടെ ഇടയിലും ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു പാട്ടായിരുന്നു. അതുപോലെ ചേട്ടാ നമ്മളൊരു ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പബ്ലിക് ഫിഗർ ആവുമ്പോൾ അല്ലെങ്കിൽ വൈറൽ ആവുമ്പം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണം, ഇപ്പോൾ IT-ലൊക്കെ വർക്ക് ചെയ്യുമ്പം നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, ഇന്ന ചെയ്യണം. അതേപോലെ സെയിം ഒരു സംഭവം, ഒരു പ്രഷർ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം അതാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ ജീവിതം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നെങ്കിൽ ഓഫ് കോഴ്സ് ആ പ്രഷർ ഉണ്ടാവും. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആള്. കാര്യം ഞാൻ ഒരു 3 വർഷത്തോളം ഫുള്ളി സോഷ്യൽ മീഡിയയിൽ മാത്രം നിന്ന് ജീവിച്ചു. ഇപ്പൊ ഈവൻ എൻ്റെ കല്യാണ ടൈമിൽ പോലും ഞാൻ അങ്ങനെയായിരുന്നു. അന്നേരം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കോണ്ടന്റ് ഇട്ടാലേ നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ പ്രസൻസ് അറിയിച്ചുകൊണ്ടിരിക്കണം. അതപ്പോൾ ഫുൾ ടൈം അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ആ പ്രശ്നമുണ്ട്. അതല്ല നമ്മളൊരു സൈഡായിട്ടാണ്, നമുക്കൊരു മെയിൻ ഇൻകം സോഴ്സ് വേറെ ഉണ്ട്, ഇത് സൈഡായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ക്രിയേറ്റീവ് ആവാൻ പറ്റും, ഒന്നുകൂടി ക്വാളിറ്റിയിലും ക്രിയേറ്റിവിറ്റിയിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷെ നമ്മൾ നമ്പേഴ്സിലായിരിക്കും ഫോക്കസ് ചെയ്യാം. ആഴ്ചയിൽ എനിക്ക് ഇത്ര വീഡിയോ ഇടണം, അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫുൾ ടൈം നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രശ്നം ഉണ്ടാവും. അപ്പം ഇപ്പൊ ഈ റാപ്സിലൊക്കെ
ക്രിറ്റിസിസംസ് വരാറില്ല. ക്രിറ്റിസിസംസിനെയൊക്കെ ചേട്ടൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? ക്രിറ്റിസിസം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ സാമൂഹികമായിട്ട് ഉള്ള സംഭവങ്ങളാണല്ലോ എഴുതുന്നത്. അതെ. എല്ലാവരും ഏറ്റവും ആദ്യം നമ്മളോട് ചോദിക്കുക നിന്റെ വീട്ടിൽ എങ്ങനെയാണോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുക. ജെൻഡർ റോൾസ് എഴുതിയപ്പോഴും ഇപ്പം അതിൽ ഈ അടുക്കളയിൽ കയറുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ പറയണ നീ എന്താ കുക്ക് ചെയ്യുക എന്നുള്ള ചോദ്യം. അതുപോലെ ഇപ്പോൾ കല്യാണം റാപ്പാണെങ്കിലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ ഈ വസ്ത്രധാരണം, സ്ത്രീകൾ ഒരുപാടധികം എന്തിട്ടാലും അവരുടെ കംഫർട്ടിന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെയൊക്കെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് നിന്റെ വീട്ടിൽ എങ്ങനെയാണ് അമ്മയും പെങ്ങളൊക്കെ ഇങ്ങനെ നടത്തുക അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതൊരു ടിപ്പിക്കൽ ആൾക്കാരുടെ എല്ലാവർക്കും അറിയേണ്ടതാണ് ഇത്രയൊക്കെ. കാര്യം എല്ലാവരും ഒരു മനോഭാവം ഈ പറഞ്ഞ് നടക്കണമായിരുന്നു സ്വന്തം കാര്യം വരുമ്പോൾ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പറയുന്നതെങ്കിൽ ഇപ്പം ആരും വിമർശനത്തിന് അതീതരൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എടുക്കും. എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് വർക്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലാതെ വെറുതെ വന്ന് കുറ്റം പറയാൻ നിൽക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ അത് ഓവറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ബ്ലോക്ക് ചെയ്യാൻ റിപ്ലൈ ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള മനുഷ്യർ നമ്മളുടെ ഒരു എനർജി അർഹിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ പറയുന്നത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ലെവലിൽ ഒരു മെന്റൽ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇന്റലിജൻസോ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ചീത്ത പറയാൻ പറ്റും. ചില ആൾക്ക് അവരത്രയും കണ്ടീഷൻഡ് ആയതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ബ്ലോക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. മുമ്പ് ആദ്യമൊക്കെ കുറെയൊക്കെ പേഴ്സണലി എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു വിടും. കാര്യം നമ്മൾ എന്ത് ചെയ്താലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടാ ഇപ്പം പണ്ട് മുതലേ ഉണ്ടല്ലോ പഠിക്കണ സമയത്ത്, സ്കൂളിൽ പഠിക്കണ സമയത്ത് നീ ഇത്ര മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ. ഇപ്പം കല്യാണം ആവാനാണെന്നുണ്ടെങ്കിൽ ഈ ഏജിൽ കല്യാണം കഴിച്ചാൽ മതി, ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ പെണ്ണ് കിട്ടൂല, അങ്ങനത്തെ ഉള്ള പ്രഷറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? മാർക്കിന്റെ കാര്യത്തില് ഇത്ര മാർക്ക് മേടിക്കണമെന്നൊന്നുമില്ല. ഞാൻ പാസ്സായി കണ്ടാൽ മതിയായിരുന്നു. അമ്മയുടെ ഒക്കെ ആഗ്രഹം അതായിരുന്നു. കാര്യം ഞാനങ്ങനെ പഠിക്കാൻ ഭയങ്കര എടുക്കണമെന്നായിരുന്നില്ല. അപ്പൊ മിക്ക അമ്മമാരും അടിക്കാറുള്ള ഒരു ഡയലോഗ് എൻ്റെ അമ്മ അടിച്ചിട്ടുണ്ട്. അതായത് ബുദ്ധിയാണ് എൻ്റെ മെയിൻ, ബുദ്ധിയുണ്ട് ഉപയോഗിക്കില്ല എന്ന്. എനിക്ക് മനസ്സിലായിട്ടില്ല അത് എന്താന്നുള്ള. അപ്പം പിന്നെ എന്താന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും കുറെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പം മാത്സ് ഒക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ടഫ് എന്ന് പറയുമ്പോൾ എനിക്കത് ജീവിക്കാനുള്ള മാത്സ് ഒക്കെ എനിക്കറിയാം. ഇപ്പൊ കൂട്ടാനോ കുറയ്ക്കാനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് മനക്കണക്കായിട്ട് അറിയാം. പക്ഷെ അല്ലാണ്ട് നമുക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ട്രിഗ്നോമെട്രി ആണെങ്കിലും ഞാൻ പറഞ്ഞത് അത് കാര്യം മുമ്പ് ഇത് ആരും പറഞ്ഞ് ഏറി പോയിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യമില്ല, ഇതൊക്കെ ആവശ്യമുള്ള സാധനം തന്നെയാണ് ആർക്ക്, ആ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. എനിക്ക് ട്രിഗ്നോമെട്രി പഠിച്ചിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ആവശ്യമില്ല. കാര്യം ഞാൻ ആ വഴി പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും പ്ലെയിൻ ഓടിക്കാൻ പഠിക്കണ്ടല്ലോ, പൈലറ്റുമാരാ പഠിച്ചാൽ പോരെ, അതിനോട് ഇഷ്ടമുള്ളവർ പഠിച്ചാൽ മതിയല്ലോ. പക്ഷേ സ്കൂളിലെ ലോജിക്ക് വെച്ചിട്ട് എല്ലാവർക്കും പ്ലെയിൻ ഓടിക്കാനുള്ള ലൈസൻസ് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിനോടാണ് എനിക്ക് എതിർപ്പ്. അല്ലാതെ എല്ലാ സബ്ജക്ട്സും നമുക്ക് ആവശ്യമാണ്, നമ്മളുടെ നിലനിൽപ്പിന്റെ ഇത് തന്നെ, അതെനിക്കറിയാം. അപ്പൊ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറെ സാധനങ്ങൾ പഠിക്കേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് മാർക്സിന്റെ ഒക്കെ പ്രശ്നം ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും പാസ്സായാൽ മതിയെന്നായിരുന്നു. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ കല്യാണം. കല്യാണം എൻ്റെ അമ്മയുടെ അച്ഛനുണ്ടായിരുന്ന ആഗ്രഹം. അതായത് 30 വയസ്സിന് മുന്നേ കല്യാണം. അതുപോലെ തന്നെ 29ാമത്തെ വയസ്സിലാണ് എനിക്ക് 30 വയസ്സാവാൻ ഏതാണ്ട് 2-3 മാസം ഉള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഒരു ഇത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ് എന്നുള്ളത്. കാര്യം നമ്മളെപ്പോഴും എസ്പെഷ്യലി കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ഡിസിഷനാണ്. അത് നമ്മളല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അമ്മ എന്താന്ന് വെച്ചാല് നമ്മൾ അതിനെ നല്ല സമയമെടുത്ത് നമ്മളെല്ലാം കൊണ്ട് റെഡിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ നമുക്ക് ജീവിക്കണം നമുക്ക് അത്രമായിട്ടുള്ള ആഗ്രഹം തോന്നുന്ന ഒരു സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാവൂ. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ കല്യാണം എന്നുള്ളൊരു സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യം ഇവര് രണ്ടുപേരും തമ്മിൽ മാനസികമായിട്ട് അത്ര അടുപ്പമുണ്ട്, അവർ സ്നേഹിച്ച് പോകാൻ അവർ തയ്യാറാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് ജീവിക്കുന്നതിനെയാണ് ഞാൻ കുറച്ചും കൂടി സ്നേഹമുള്ള ആൾക്കാരായിട്ട് ഞാൻ കാണുന്നത്. കല്യാണം എപ്പോഴും ഒരു കോൺട്രാക്റ്റാണ്, ഒരു സ്ഥലത്ത് സൈൻ ചെയ്തേക്കുന്നുണ്ട്. അതിന്റെ ബലവും ആ ഇഷ്ടത്തിന്റെ വിശ്വാസത്തിൽ പോകുന്നതിന്റെ ബലവും രണ്ടാണ്. എനിക്ക് കുറച്ചും കൂടി വിശ്വാസത്തിന്റെ ബലത്തിൽ പോകുന്ന ബന്ധങ്ങളാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈഫിനെ കുറിച്ച്? വൈഫ് അടിപൊളിയല്ലേ, ആള് തന്നെ ഭയങ്കര, ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്.
ട്രാവലിംഗ് വീഡിയോസിലൊക്കെ പുള്ളിക്കാരി ഒരു ഗംഭീര എന്താ പറയാ ട്രാവൽ പാർട്ണറാണ്. കാര്യം ഞാൻ യൂഷ്വലി പോയി കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ ഒരു രീതി, നമ്മൾ ഈ വ്ളോഗിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ഞാൻ ഈ വീഡിയോസൊക്കെ എനിക്കെല്ലാം കിട്ടണം അപ്പം വീഡിയോസിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അല്ലാണ്ട് ഞാൻ ഇത് കണ്ടു നിന്ന് ആസ്വദിക്കാറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത സമയത്തൊക്കെ പുള്ളിക്കാരി അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നതൊക്കെ ആണ്, പെട്ടെന്ന് വീഡിയോ എടുത്ത് പോയാൽ മതിയോ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അതൊക്കെ റിയലൈസ് ചെയ്യുന്നു. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കൂടി എൻജോയ് ചെയ്ത് പോകാറുള്ളൂ. അതെ, അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ പുള്ളിക്കാര് ദുബായിലാണ്, അവിടെ ഒരു ജോബായിട്ട് അങ്ങനെ നിൽക്കുക. നമ്മൾ രണ്ടുപേരും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്തുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്ത് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമ്മള് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. അതെ, കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മളുടെ കരിയർ നോക്കണം, ആഗ്രഹമുള്ള കാര്യങ്ങൾ നോക്കണം. ഇതാണ് പലരും ഞാൻ കല്യാണം റാപ്പ് ചെയ്യുന്നതിനെ പറ്റി അതിനു മുമ്പ് ഞാൻ എവിടെയോ മുമ്പ് ഏതോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത്, അതായത് ഈ വീട് വിട്ടു പോകുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. കല്യാണം കഴിയുമ്പോൾ എപ്പോഴും പെൺകുട്ടികളാണ് വീട് വിടുന്നത്. അപ്പൊ അങ്ങനെ പാടില്ല, വീട് വിട്ടു പോണേ രണ്ടുപേരും മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആണല്ലോ അതിന്റെ രീതി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ കമന്റ്സിലെ കാര്യം എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിയുമ്പോൾ കാണാം, നീ അങ്ങനെ ചെയ്യുമെന്ന്. ഞാനിപ്പോ അങ്ങനെയാണ്, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലല്ല, അപ്പം കോഴിക്കോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെയാണ് മാറിയുന്നത്. ഇപ്പൊ ഞാൻ അവളുടെ കൂടെ പോലും അല്ല, രണ്ടുപേരും കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് രണ്ട് സ്ഥലത്ത്. അത് ആക്ച്വലി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇത്രയും വർഷം ഫാമിലിയോട് നിന്നിട്ട് പിന്നെ വേറൊരു വീട്ടിൽ വരിക, അവരെല്ലാരും അക്സെപ്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കല്യാണം കഴിയുന്ന രാത്രിയെങ്കിലും ഈ ചെക്കൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് പകരം പെണ്ണിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ കാര്യം ആ ഒരു പെങ്കൊച്ചിന് അത്രയും പരിചിതമായിട്ടുള്ള ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. ഇത് വീട്ടുകാരെ വിട്ടു പോകുന്നതിന്റെ വിഷമമെല്ലാം പിന്നെ കംപ്ലീറ്റ്ലി പുതിയൊരു എൻവയോൺമെന്റിലേക്ക് ചെന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെ, പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ പിന്നെ എന്താ വെച്ചാൽ വീട് മാറുമ്പോ അത് ആരുടെയും കുറ്റമല്ല, നമുക്ക് രീതികൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതെ, അതിപ്പോ ചെക്കന്റെ വീട്ടുകാരുടെയും കുറ്റമല്ല, നമ്മൾ പോകുന്ന പെണ്ണിന്റെയും കുറ്റമല്ല. അത് ഓരോ വീട്ടിലും ഓരോ രീതിയിലെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ സമയം എടുക്കും. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു ഫ്രീഡം ഉണ്ടാവും. ഇനി കല്യാണം കഴിക്കുന്നവരൊക്കെ അങ്ങനെ നിൽക്കണം എന്നാണോ പറയണേ? ഡെഫിനറ്റ്ലി. രണ്ടുപേരായിട്ട് മാറി. ഞാൻ പറയണെന്നുണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറിന് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. കുറച്ചും കൂടി മനസ്സിലാവൂലേക്ക് അങ്ങനെയുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്തായാലും, കാര്യം നമ്മളുടെ വലിയൊരു ജനസമൂഹം അതിനിപ്പോഴും അംഗീകരിച്ചിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ഒരു 6 മാസം ഇടുന്ന ഡ്രസ്സ് എടുക്കാൻ 3 കട കയറി ഇറങ്ങി നമ്മൾ ഇട്ട് നോക്കും. അപ്പോൾ ആജീവനാന്ത് ജീവിക്കേണ്ട ഒരു മനുഷ്യന് നമ്മൾ വെറുതെ ഒരു ചായ കൊടുത്തൊരു സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടൊന്നും മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ വന്നാലും ആദ്യം സംസാരിക്കുമ്പോഴൊന്നും ആരും അവരുടെ എല്ലാ ക്യാരക്ടർ സൈഡും ഒന്നും കാണിക്കാനൊന്നും പോകുന്നില്ല. ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഷ്യൻസ് ലെവലും ടോളറൻസ് ലെവൽ പോലുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. കാര്യം ഇപ്പോൾ ഫ്ലൈറ്റ്സ് ഡിലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചുമ്മാ ബസ് കയറി പോകാൻ തന്നെ ബസ് ഡിലേ വരാം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോവാതെ വരാം, അല്ലെങ്കിൽ ചില ആൾക്കാരെ നമ്മളുള്ള പെരുമാറ്റം ചിലപ്പോൾ മോശമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളോടൊക്കെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള പരസ്പരം മനസ്സിലാക്കാൻ വളരെ നല്ലൊരു ഇതാണ് ട്രാവൽ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ലിവിങ് ടുഗദർ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ട്രാവൽ ഒരു 1 ഡേ ടൂറെങ്കിലും പോയി വന്നാൽ തന്നെ കുറെയൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെ അതേ അറേഞ്ച് മാരേജിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഇപ്പം 8-10 വർഷമൊക്കെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുന്നവരും പിന്നീട് പിരിയുന്നതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനോട് ഓപ്പൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ സിനിമകളാണെങ്കിൽ എല്ലാം നോർമലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. നായകനെ നായിക ഒന്നിക്കുന്നിടത്ത് പടം തീരാണ്. ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മനസ്സിലായി, ഇവര് കല്യാണം കഴിക്കും സെറ്റ് ആവുന്നുള്ള സ്ഥലത്ത് പടം തീരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങുന്ന അങ്ങനത്തെ ഉള്ള പടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ ലൈഫിനെ ഒന്നും കൂടി കാണിക്കുന്ന അല്ലെങ്കിൽ ആ ജീവിതം എന്താണെന്ന് കാണിക്കുന്ന സിനിമകൾ കുറെ കൂടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെയും ഇത് മനസ്സിലാവും എന്നുള്ളതാണ് കാര്യം. ചിലപ്പോഴൊക്കെ നമുക്ക് എത്ര ശ്രമിച്ചാലും ഒരാളെ മനസ്സിലാവേണ്ടി വരും, ഒത്തുപോകാൻ പറ്റാണ്ട് വരും. അപ്പോൾ അങ്ങനെ പറ്റാത്തവര് പിരിയട്ടെ, ജീവിക്കുന്നവര് ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ കുറെ അൺറിട്ടൺ റൂൾസ് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, അതേപോലെ ചേട്ടൻ്റെ ലൈഫിൽ അതായത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. കാര്യം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഷെയർ ചെയ്യായിരുന്നു. കാര്യം ഞാൻ ഇപ്പൊ ഒരാളെ പരിചയപ്പെടുമ്പോൾ നന്നായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സൗഹൃദത്തിലാവുന്ന ഒരു ടൈപ്പാണ്.
അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ കുറച്ച് പണികൾ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് കാര്യം എല്ലാവരും ഒന്നും നമ്മൾ അങ്ങോട്ട് കാണുന്ന പോലെയല്ല നമ്മള് കാണുന്നത്. ഇപ്പൊ ഞാൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി ഒന്നുമല്ല, പക്ഷെ എന്നാലും കുറച്ച് ഫെമിലിയർ ആണ്. ചിലരെന്നെ കാണുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ പോലും ഇപ്പൊ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം ഒരാളോട് ഷെയർ ചെയ്താല് അയാളൊരു സുഹൃത്തിനുപരി 4 പേര് അറിയാവുന്ന ഒരാളുടെ ഒരു കാര്യം എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ അയാൾ അതിനെ എടുക്കാം. എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞെടുക്കാം, പിന്നെ ജഡ്ജ് ചെയ്യപ്പെടാം ചില കാര്യങ്ങള്. കാര്യം അത് ഭയങ്കരമാണ്. കാര്യം ആൾക്കാർ ഭയങ്കര ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് നോൺ ജഡ്ജ്മെന്റൽ എന്നുള്ളത്. പക്ഷെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി ടു ബി ആക്ച്വലി നോൺ ജഡ്ജ്മെന്റൽ. മനസ്സിലായോ? എല്ലാവരും പറയും ഞാൻ നോൺ ജഡ്ജ്മെന്റൽ നീ പറഞ്ഞു, പക്ഷെ ദ മോമെന്റ് നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്ന സ്ഥലത്ത് അവർ നമ്മളെ ജഡ്ജ് ചെയ്ത് തുടങ്ങും. അപ്പൊ അത് ചുമ്മാ ഒരു ഫാൻസി ടാഗ് മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല രീതിയിൽ ലൈഫ് എക്സ്പീരിയൻസ്, ഇമോഷണൽ മെച്യൂരിറ്റിയും കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒരാളെ കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര റയറാന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അതിനുശേഷം ഇപ്പൊ ഞാൻ എന്റേതായ ഒരു പേഴ്സണൽ പരിധി എനിക്ക് അല്ലെങ്കിൽ എന്റെ സർക്കിൾ ഭയങ്കര ചെറുതാണ്. പിന്നെ ചില ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനുള്ള സമയം എടുക്കും. മനസ്സിലാവില്ല ചിലരിങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോഴെന്ന് വെച്ചാൽ അവര് പോലും അറിയാണ്ട് അവരുടെ ആ ഒരു സൈഡ് അറിയാണ്ട് ഇടയ്ക്ക് പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ ആ ക്ലൂസ് ഒക്കെ എടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനെ ഇച്ചിരി നീക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ, അപ്പൊ ഒരു റാപ്പിഡ് ഫയർ ആയാലോ? ഞാനിങ്ങനെ 2 വേർഡ്സ് പറയും, ചേട്ടൻ അതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യണം. ദിസ് ഓർ ദാറ്റ് പോലെ ചോദിക്കട്ടെ? മണി ഓർ പാഷൻ? പാഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്താൽ മണി എൻ്റെ പുറകെ വരും. അതുകൊണ്ട് പാഷൻ. ഗുഡ്. അതെ, കൊള്ളാം. റാപ്പ് ഓർ മെലഡി? മെലഡി. മെലഡി. ഫെയിം ഓർ പീസ്? ഫെയിം. ഫെയിം. കേരള ഓർ അബ്രോഡ്? അങ്ങനെ ചോദിച്ചാൽ കേരള. ഇത് ജീവിക്കാനല്ലേ? ആണോ? എനിക്ക് പുറത്തൊക്കെ പോയി കണ്ടുവരാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് അവിടെ പോയാലും കൊച്ചിയിലേക്ക് തിരിച്ചു വരണം. കൊച്ചിയാണ് ഇഷ്ടം, ജീവിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം. പിന്നെ എനിക്ക് ദുബായൊക്കെ തോന്നിയിട്ടുണ്ട്, എന്നാലും എവിടെ പോയാലും കൊച്ചിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് എഴുതിയിട്ടുണ്ട്. ചേട്ടൻ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അല്ല, അത് ഓഫ് കോഴ്സ് ലവ് മാരേജ് എന്ന് പറയുമ്പോഴും അറിയാവുന്ന ഒരാളെ മനസ്സിലാക്കി നമ്മൾ എന്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി. അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയില്ലേ? എന്താണ് ഞാൻ ഈ വായിലേക്ക് വെക്കണേന്ന് അറിഞ്ഞുകൊണ്ട് തിന്നുന്നതിനാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു വ്യക്തി ലവ് ആണെങ്കിലും അറേഞ്ച് ആണെങ്കിൽ പോലും മനസ്സിലാക്കിയാൽ മതി. ഈ 2 ചോയ്സസ് ആയിരിക്കും ലവ് മാരേജ്. ഓക്കെ, ചേട്ടാ നമുക്കൊരു പാട്ടായാലോ? ജൂപ്പിറ്റർ മഴ. ജൂപ്പിറ്റർ മഴ അത് പാടാമോ? ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ 2 ഓപ്ഷൻ തരാം, ചേട്ടൻ അതിൽ ഇഷ്ടമുള്ള പാടിക്കോ. ഒന്ന് ജൂപ്പിറ്റർ മഴ, പിന്നെ ഒരു വേനൽ പുഴയിൽ, പിന്നെ ജാന മേരി ജാന, ആ പാട്ടുണ്ടല്ലോ. ഓ, അത് ഞാൻ പാടിയിട്ടുണ്ട്. അത് ഞാൻ പാടിയിട്ടില്ലല്ലോ ഇവിടെ. ഇല്ല, ഞാൻ ചുമ്മാ ഒരു ഓപ്ഷൻ ആയിട്ട്. അങ്ങനെയാണ് വേനൽപ്പുഴയില് ഒരു കാറ്റിൽ നീന്തി മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ, പല വഴിമരങ്ങളായി നിലവുകൾ നിൽക്കെ കൊലുസണിയുന്ന നിലാവേ, നിൻ പദതാളം വഴിയുന്ന വനവീതി ഞാൻ, വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവേലായി നിന്നെ. താങ്ക് യു. ഗുഡ്, കൊള്ളാം. നല്ല ഒരു ഫീൽ ഉണ്ട്. പിന്നെ ചേട്ടാ, ജെൻഡർ റൂൾസും കൂടി 5 വർഷമായി ഞാൻ. അതാണ് ഇനി കേട്ട ആൾക്കാർക്ക് ബോറടിക്കില്ലേ? നല്ല പാട്ടാ ചേട്ടാ. ഓക്കെ. ആണായാൽ കരയല്ലേ, പെണ്ണായാൽ കൂനിയല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്? ആണായാൽ തളരല്ലേ, പെണ്ണായാൽ വളരല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്? വിഷമം വന്നാൽ നീ കടിച്ചമർത്തണം, ആരോടും പറയാതെ പിടിച്ച് നിൽക്കണം, 28 വയസ്സിനുള്ളിൽ സ്വന്തം വീടും ജോലിയും കാറും നേടണം, നീ ഒരു ആണല്ലേ. 21 നീ ഉടനടി കെട്ടണം, ഭർത്താവ് പറയുന്ന കേട്ട് നീ ജീവിക്കണം. നല്ലതാ. ഓക്കെ, അപ്പൊ നമ്മള് റാപ്പിഡ് ഫയർ അവസാനിച്ചു. ഫുൾ പാട്ട് വെച്ചങ്ങ് ഇതാക്കാന്ന് വിചാരിച്ചു. ചേട്ടൻ ഇത് 3 പാടുമായിരുന്നെങ്കിൽ നമുക്ക് വൈബ് ആക്കായിരുന്നു. അയ്യോ, ജൂപ്പിറ്റർ മഴ അറിയില്ല. ജൂപ്പിറ്റർ മഴ ആണോ? ഞാൻ ട്രൈ ചെയ്യാം. ഓർക്കുന്നു വഴിയരികിൽ
മഴ തോരും നേരത്തായി മിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ നിറന്നേരാ ഞാനരികെ തുണയുക ഞാനരികെ ഇന്നു ഞാനകലെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യ വിധിയില്ല വരനായി അലയുന്നു ഞാൻ പാർക്കാമായ ലോകത്ത് കനവെല്ലാം കനിയും ലോകത്ത് അലയാമറിയാം വാഴാം നിൻ മധുവായി ജൂപ്പിറ്റർ മഴ നനയ ചന്ദ്രനെ നോക്കിയിരിക്കാം ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നരികെ അലയുവാൻ ഇനിയുമൊരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. ഇത് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടാ. സോ കറക്റ്റാ. ചേട്ടാ അപ്പൊ ചോദിക്കട്ടെ, ചേട്ടന് മൂവിയില് മ്യൂസിക് ചെയ്യാൻ എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്ലസ് ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു 2 സിനിമകളിൽ ഞാൻ മുഖം കാണിച്ചിട്ടുണ്ട്, വളരെ ചെറിയ സീനിൽ. അതും അത്ര ബിഗ് ബഡ്ജറ്റ് പടം. ഒരെണ്ണം ഓഫ് കോഴ്സ് തോൽവിയാണ്. പിന്നെ നമ്മളുടെ മണിയമ്പിള്ള രാജു സാറിന്റെ മോൻ അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു, അച്ഛനൊരു വാഴ വെച്ചു എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു കോമഡി പടം അത്. അപ്പം അതിലൊരു സീനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അഭിനയം ഓഫ് കോഴ്സ് പണ്ട് തുടങ്ങി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാര്യം ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ അനിയനൊക്കെ ആയിട്ട് ചേർന്ന് കോമഡി സ്കിറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ റീസെന്റ് ഡാൻസ് വീഡിയോസും ഡാൻസിന്റെ ഭയങ്കര വലിയ പാഷനാണ്. അത് വേറെ പാഷനാണ്. അത് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഡിസ്കവർ ചെയ്ത ഒരു സംഭവമാണ് ഡാൻസ്. അപ്പം ഈ ജോർജ് കോര ആദ്യം ഈ തോൽവി FC സോങ് വേണമെന്നും പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ കോൺഫിഡൻസ് ഇല്ല. കാര്യം ആദ്യം ഈ ജനറൽ റോൾസ് ഇറങ്ങിയ ടൈമാണ്. ജനറൽ റോൾസ് ഇറങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. അപ്പം അന്ന് തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ നിന്നൊക്കെ പാട്ട് എഴുതാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ച്. കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതെന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംഭവമാണ്. ഒരെണ്ണം വൈറലായൊക്കെ ശരിയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് സിനിമയിൽ നിന്ന് വിളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും വരുന്നല്ല, ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കോരയുടെ അടുത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ പാട്ടൊക്കെ എഴുതുന്നുണ്ടെങ്കിലും എനിക്ക് അഭിനയം കുറച്ച് താല്പര്യമുള്ള ഇതിലാണ്, എന്തെങ്കിലും ഒരു ചാൻസ്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി പുള്ളി അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ആ സോങ്ങിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും ആ യൂട്യൂബിൽ വീഡിയോ നോക്കണം, സോങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ട്. ലുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഓഡിഷൻസിന് ഞാൻ അങ്ങനെ പോയിട്ടില്ല, പക്ഷെ പോകണം എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാം, സമയമുണ്ടല്ലോ. അതെ, താല്പര്യമുള്ളവരും തന്നെ. അതെ ചേട്ടാ, പിന്നെ ഫാൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വിയേർഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെസ്സേജ് ഒന്നുമില്ല. കമന്റ് പറയാനാണെങ്കിൽ ബ്രോ വീഡിയോയിൽ കാണുന്ന അത്രയും വൈബില്ലല്ലോ നേരിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കാര്യം ഈ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ കൊടുക്കുന്നതിൽ ഒരു എക്സ്ട്രാ എനർജി കൊടുക്കണം. ഇപ്പം ക്യാമറ റെഡ്യൂസസ് അവർ എനർജി ബൈ 50% എന്നാണ്. അപ്പം നമ്മൾ കുറച്ച് ഇപ്പം നമ്മൾ നോർമലി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണമല്ലോ നമുക്ക് ഇതൊക്കെ ആയിരിക്കും, പക്ഷെ കാണുന്നവർക്ക് നമ്മൾ ചത്തോലിരിക്കും. അപ്പം ഇപ്പം കൂടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പം വീഡിയോയിൽ എപ്പോഴും ആ എനർജി കൊടുത്തിട്ട് നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര ശാന്തനാണ്, ഞാൻ സമാധാനപ്രിയനാണ്. ഇപ്പം തന്നെ ഓഫീസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ സ്പേസിൽ, ഇപ്പോൾ വൈഫ് ദുബായിലാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും, കുറച്ച് നേരം TV കാണും, പ്ലേ സ്റ്റേഷൻ കളിച്ചിരുന്ന എൻ്റെതായ ഒരു ലോകത്ത് ഞാൻ ശാന്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ആരെങ്കിലും നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു എനർജി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ ശാന്തി മോഡിലായിരിക്കും. അപ്പം അത് കണ്ടിട്ടായിരിക്കും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ വീഡിയോ, അതെ മോശമായിട്ട് പറഞ്ഞല്ല, ചേട്ടൻ വീഡിയോ കാണാത്തൊരു ബൈബില്ലല്ലോ. ഞാനിപ്പോ പറഞ്ഞു മോനെ എപ്പോഴും നടക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ വെഡ്സ് റീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറേ അങ്ങനെയും വരുന്നുണ്ട്. നിങ്ങൾ റീലിൽ കാണുന്നതല്ല റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പൊ അങ്ങനെ കുറേ വീഡിയോസ്. കാര്യം നമ്മളുടെ ഇപ്പൊ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ജെൻസി ഒരു ജനറേഷൻ്റെ ആണെങ്കിലും മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് നമ്മളെപ്പോഴും പുറകിലാന്നൊരു ഫീലിംഗ് നമുക്കുണ്ട്. കാര്യം നമ്മൾ കാണുന്നത് ആൾക്കാർ മലേഷ്യയിൽ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു, വിയറ്റ്നാം പോകണു, UK US പഠിക്കുന്നു. അപ്പൊ നമ്മളുടെയൊക്കെ വിചാരം ഇവരൊക്കെ എല്ലാം ഫിഗർ ഔട്ട് ചെയ്തു, നമ്മൾ ബാക്കിലാണ്. ഒരിക്കലും അല്ല.
ഇപ്പൊ കാനഡയിലൊക്കെ നിന്ന് ഭയങ്കരമായിട്ട് സ്റ്റോറി ഇടണവനൊക്കെ അവിടെ കഷ്ടപ്പെടായിരിക്കും. ചിലപ്പോൾ 2-3 പാർട്ട് ടൈം ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെ സമയം കണ്ടെത്തി കഷ്ടപ്പെടും. പക്ഷെ അവൻ്റെ ഒരു ഫിൽറ്റേർഡ് ലൈഫാണ് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കില്ല. ഇപ്പൊ നമ്മൾ മോസ്റ്റ് സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും അവർ മാനസികമായിട്ട് എന്തൊക്കെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റീസെന്റ് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്നൊരു ബിസിനസ്മാൻ പുള്ളി സൂയിസൈഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്പിറേഷൻ എടുക്കാതെ എന്നൊക്കെ, പക്ഷെ അവരെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത ആൾക്കാരാണ് എന്നൊന്നും നമ്മൾ അല്ല. അതിലുപരി നമ്മൾ ബാക്കിലാണെന്ന് വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ടൈമിംഗ് ഉണ്ട്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡുകൾ അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കുറെ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഞാനും ഇതൊക്കെ ചെയ്തിരുന്ന ആൾ തന്നെ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണ എൻ്റെ പ്രൈമറി സ്മാർട്ട് ഫോൺ 3.5 വർഷമായി. ഞാൻ മാറ്റിയിട്ടില്ല. കാര്യം എനിക്ക് മാറ്റേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. അത് വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒരു പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അത് ചെയ്യുമായിരുന്നു. അതിന്റെ പുറത്ത് പൈസ സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറ്റി. അപ്പൊ അതൊക്കെ നമ്മളുടെ മെന്റൽ പീസിനെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ സ്ക്രോളിങ്, ബ്രെയിൻ റോട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കി നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അപ്പൊ ഞാനിപ്പോ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോകണം, ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഞാനത് നിർത്തും. ആൻഡ് വേറെ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ദിവസം ഇല്ലേ ഷോർട്ട് കണ്ടന്റ് കംപ്ലീറ്റ് കാണാണ്ടിരുന്ന് നോക്കി ഭയങ്കര സമാധാനമായിരിക്കും. ഞാനൊരു ഒരാഴ്ചയൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം എടുക്കും, പക്ഷെ ഞാൻ റീൽസ് ഒരു വീഡിയോ വന്നാൽ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യണ പരിപാടിയില്ല. വീഡിയോ വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാറ്റിക്കളയും. അല്ലാണ്ട് സ്ക്രോളിംഗ് ഇല്ല. അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോറീസ് നോക്കും, ഞാൻ നിർത്തും, ടൈം ലിമിറ്റ് ചെയ്യും. യൂട്യൂബിലും ഞാൻ ഷോർട്സ്, ഷോ ഫ്യൂവർ ഷോർട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ ഞാൻ ഷോർട്സ് അധികം കാണിക്കില്ല, ലോങ് വീഡിയോസേ കാണിക്കും. അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് മാത്രം കണ്ട് ഒരാഴ്ച ഭയങ്കര സമാധാനം, ഭയങ്കര ഫോക്കസ്. അങ്ങനെ പെട്ടെന്ന് ഇത് മാറുന്നില്ലല്ലോ. അപ്പം ഇത് കാണുമ്പോൾ ഇങ്ങനെ പല പല തോട്ട് വരൂലേ, പല പല സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണത്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പുറകിലൊന്നുമല്ല. എല്ലാവരും അവരവരുടെ ടൈം ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവരും ഫിഗർ ഔട്ട് ആയി എന്നുള്ളത് ഒരു ഇല്യൂഷൻ മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടൻ ലൈഫ് സ്റ്റൈലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് പ്രൈവസി ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യണേ. അപ്പം നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റുന്നതിലൊക്കെ ലിമിറ്റേഷൻ. കാര്യം കാണിച്ചില്ല പിന്നെ വേറെ എന്താ കാണിക്കുക, അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് ലൈഫ് സ്റ്റൈലിൽ സാച്ചുറേഷൻ എത്തിയപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങളൊന്നും എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ ബ്രേക്ക് തന്നെ എടുത്ത് കുറച്ച് മാസങ്ങൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം പിന്നെ മാനസികമായിട്ടുള്ള ചില സമയത്ത് അത് നമുക്കിപ്പോൾ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഡൗൺ ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പിന്നെ റീസെൻ്റ്ലി എല്ലാം ചെയ്തു തുടങ്ങിയത്. അപ്പം ആ ഒരു സാച്ചുറേഷൻ ടൈം എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ബ്രേക്ക് എടുക്കുക. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ള. ചിലപ്പോൾ നമ്മുടെ ബോഡി നമ്മളോട് പറയും റെസ്റ്റ് എടുക്കുക, അപ്പം റെസ്റ്റ് എടുക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു പനിയോ എന്തെങ്കിലും അത് നമ്മൾ കിടക്കും. അതാണ്. അതുപോലെ തന്നെ മൈൻഡിന്റെ കാര്യം, മെന്റൽ ഹെൽത്ത് എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരും മൈൻഡ് ചെയ്യാറില്ല. അത് എന്താന്ന് പോലും പലർക്കും അറിയില്ല. മൈൻഡ് ഓക്കെ അല്ലാത്ത സമയത്ത് ബ്രേക്ക് എടുക്കുക, നമുക്ക് സമാധാനമായിട്ട് തിരിച്ചു വരാം. അപ്പം എന്താ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ചേട്ടൻ ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോങ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തുമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക് വൈസ് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് മ്യൂസിക്കിൽ എനിക്ക് ഇനി ഒരുപാട് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ ഒറിജിനൽ സോങ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം പുതിയ സോങ്സ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ എഴുത്തൊക്കെ നടക്കുന്നുണ്ട് ബാക്കിൽ. ഒരു സോങ് ഓൾമോസ്റ്റ് 90% റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വർഷം എന്തായാലും 1-2 സോങ്ങിന്റെ ഞാൻ ഇറക്കും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ആ ബ്രേക്ക് എടുത്തത് ചേട്ടന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് വന്നത് കൊണ്ടിട്ടാണ് ബ്രേക്ക് എടുത്തത്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ മൈജിയിലൊക്കെ വർക്ക് ചെയ്യുന്നു, അപ്പൊ ഇത് ബാലൻസ് ചെയ്യാനുള്ള അതിന്റെ ഒരു അല്ല അതുകൊണ്ട് ഞാന് ഇപ്പൊ കഴിഞ്ഞ ജൂണിൽ എന്താണ് ഞാൻ വീണ്ടും ജോബിന് കയറിയത്. ജോബിന് കയറുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ ആ ജോബായിട്ടൊന്ന് സിങ്കായി വന്നല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആകും. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ മൈൻഡ് ഓക്കെ അല്ല, എന്നാ പിന്നെ ഞാൻ ഫോർ ദ ടൈം ബീങ് ഞാൻ ജോബിൽ ഫോക്കസ് ചെയ്യട്ടെ. അപ്പൊ അത് റുട്ടീനായി കിട്ടിയാൽ എനിക്ക് റുട്ടീനിലേക്ക് എങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു 6 മാസത്തോളം അങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല, രണ്ടും ഏകദേശം ബാലൻസ് ആയി പോകുന്നുണ്ട്. ഇനി കണ്ടന്റ് ക്രിയേഷനിൽ പഴയ ഒരു ട്രാക്കിലേക്ക് വരിക എന്നുള്ളതേ ഉള്ളൂ. ചേട്ടാ ട്രോൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കുറവാണ്, എന്നാലും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ട്രോൾസിനെയൊക്കെ എങ്ങനെ കാണുന്നു? ട്രോൾസിനെ വളരെ ക്രിയേറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാര്യം കൃത്യസമയത്ത്
ചില മൂവി സീൻസ് കൊണ്ടിടുക കറക്റ്റ് അത് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ ഒരു കാര്യമാണത്. ഒന്നാമത് നമുക്ക് ഇത്രയും മൂവീസ് കണ്ടുള്ള പരിചയം വേണം, ഡയലോഗ്സ് ഓർമ്മ വേണം, പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണം, ഒത്തിരി ഇതുണ്ട് അതില്. അപ്പം നല്ല എന്താ പറയാ, നമ്മളെ വിഷമിപ്പിക്കാത്ത തരത്തിലുള്ള നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ട്രോൾസ് എനിക്കിഷ്ടം. അതായത് ഇപ്പൊ ഒരു ബോഡി ഷേമിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യുന്നതിനെ ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നെ ചേട്ടാ, ഈ റീസെന്റ് കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതാണ്? റീസെന്റ് കേട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്, മലയാളം ഒരു തമിഴുണ്ട്. മലയാളം പാട്ട് ഓഫ് കോഴ്സ് മിന്നൽ വള ഞാൻ പാടി കേട്ടിട്ടുണ്ട്. പിന്നെ ഊരം ബ്ലഡ് തമിഴില്, അത് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ, അതിന്റെ ഒരു പിയാനോ കവർ സായി അബിങ്കർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് പാടുന്നുണ്ടോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഏത് ഊരം ബ്ലഡ് ആണോ അല്ലെങ്കിൽ മിന്നൽ വള പറ, പാടാൻ കുറച്ചും കൂടി എളുപ്പം. ഇരമൊടി കൊതി ഒരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാം, രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ, നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്തൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകിടാം, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ല നീ. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള മെലഡിയാണ്. നല്ല അതെ അതെ നല്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെ പാട്ടൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ കുറേ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ അങ്ങനെ ഉണ്ടല്ലോ മ്യൂസിക്കിനോടൊന്നും, ചിലർക്ക് ഈ പാട്ട് കേട്ടെങ്കിലേ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ, പാട്ട് കേട്ടെങ്കിലേ ഉറങ്ങൂ. അങ്ങനെ ഹോസ്റ്റലിൽ അങ്ങനെ കുറേ പേരുണ്ട്. ചേട്ടൻ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള? പിന്നെ അതായത് മ്യൂസിക് എനിക്ക് ഒരു തെറപ്പി പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാനൊരു സിംഗറും കൂടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മ്യൂസിക് കേൾക്കുക മാത്രമല്ല, ഞാൻ ഇരുന്ന് പാടുകയും ചെയ്യും. വെറുതെ ആരും കേൾക്കാനില്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പാടാറുണ്ട്. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കീബോർഡ് എടുത്ത് വെച്ച് ലൈവ് വരുന്ന പോലെ തന്നെ ഞാൻ ലൈവും ഇല്ല ഒന്നും ഇല്ലാണ്ട് വെറുതെ റാൻഡംലി ഞാൻ പാടാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ റീൽസിന്റെ ഒരു നല്ലൊരു വശം എന്താന്ന് വെച്ചാല്, കുറെ പഴയ നല്ല പാട്ടുകളൊക്കെ ഇടയ്ക്ക് ട്രെൻഡായി വരുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും കവർ സോങ് ഇടുമ്പോഴൊക്കെ എല്ലാവരും കേട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പലരും പറയുന്നുണ്ട് റീൽസിലാണ് ഇത് ആദ്യമായിട്ട് കേട്ടത്, ചിലരതിനെ കളിയോ റീൽസിലാണ് കേട്ടത്, ഇതൊക്കെ അപ്പൊ അതിന് മുൻപേ ഉള്ള പാട്ടാണ്. അങ്ങനെ പറയുന്ന കാര്യമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും അത് കേട്ടു അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ ഈ പഴയ ഹിന്ദി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഹം തേരെ പ്യാർ മേ സാരാ ആലം, ഇത് ആ പാട്ടിന്റെ ഒക്കെ ഭയങ്കര അർത്ഥം ഉള്ള ലിറിക്സ് ആണ്. അതായത് ഇപ്പം താങ്കളെ സ്നേഹിക്കുന്നതിലൂടെ ഈ ലോകം മൊത്തം ഞാൻ മറന്നുപോയി, ആൻഡ് അങ്ങനത്തെ ഒരു സ്നേഹമാണ് എന്നോട് ഇപ്പൊ നിങ്ങൾ മറന്നു കളയാൻ പറയുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതും കൂടി നമ്മള് മനസ്സിലാക്കി കേൾക്കുമ്പോഴേ ഞാൻ പാടിക്കോട്ടെ രണ്ടുപേരും, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. हम तेरे प्यार में सारा आलम खो बैठे तुम कहते हो के ऐसे प्यार को भूल जाओ हम तेरे प्यार में सारा आलम. ഈ സാധനം ഞാൻ മുമ്പ് പണ്ട് കേൾക്കാറുള്ള പാട്ടാ. അപ്പൊ അത് നമ്മളുടെ ഇപ്പം ഏറ്റവും പുതിയ ജനറേഷൻ അടക്കം അത് കേട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീൽസ് വഴി തന്നെ. അപ്പൊ അതിന് ഞാൻ റീൽസ് വഴി തന്നെയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിലെനിക്ക് റീൽസിനോട് വളരെയധികം ബഹുമാനമുണ്ട്. ഈ നല്ല ഇതുപോലുള്ള ജെംസ് വീണ്ടും തിരിച്ചുകൊണ്ടിരുന്നില്ല. അതെ, ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും ചേട്ടൻ്റെ ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് പണ്ടും ഇപ്പോഴും നിൽക്കുന്ന വ്യക്തിയുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിനെ പറയാനൊന്നുമില്ല. പലപ്പോഴായിട്ട് കൂടെയുള്ള ഫ്രണ്ട്സ് എപ്പോഴും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ഇടാതായാലും എന്താണ് വീഡിയോ ഇടാത്തത്, ഇങ്ങനെ ഇരുന്നാൽ മതി ചെയ്യുന്നൊക്കെ പറഞ്ഞ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എന്റെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് മാഹിം മച്ചാൻ, അതുപോലെ കാർത്തിക് സൂര്യ, കോൾമി ഷസാൻ,
ക്ലാസ്സൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ദുബായി ചെന്നിട്ടുണ്ട്. എന്നെ ഇരുത്തി ഒരു 3 മണിക്കൂർ ക്ലാസ് വരെ എടുത്തിട്ടുണ്ട്. എന്താണ് അത് ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ പഴയ ഒരു ഇതിലേക്ക് വന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് അങ്ങനെ പറയുന്ന കേൾക്കുമ്പം ഭയങ്കര ഇതാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിള് അവരാണ്. വേറെ ഉണ്ട് കേട്ടോ, കുറെ പേരുണ്ട്. ഞാൻ മെയിനായിട്ട് പറഞ്ഞപ്പം അവര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സമാധാനത്തിന്റെ കാരണമായ കുറച്ച് വ്യക്തികൾ. തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, ഈ റാപ്പില് ഇയാൾ എന്റെ കോമ്പറ്റീറ്റർ ആണ് അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം ഞാനൊരു മത്സര ബുദ്ധിയോടെ ആർട്ടിനെ കണ്ടിട്ടില്ല ഇതുവരെ. കാര്യം എന്താണെന്നറിയോ, ആർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റീവാണ്. ഇപ്പോൾ ഒരു 10 പേരെ ഇരുത്തിയിട്ട് ഒരു ആനയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ 10 പേര് വരച്ച ആനയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒന്നും ഒരു പോലെ ഇരിക്കില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന രീതി, ഇപ്പം നമ്മളുടെ രീതിയിൽ നമുക്കേ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്രയും ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴും പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് എന്തോരം പാട്ടുകളുണ്ട്, പക്ഷെ ഇപ്പോഴും പുതിയ പാട്ടുകൾ ഉണ്ടാവുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഇപ്പം എന്നെപ്പോലെ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കേ പറ്റൂ, അതുപോലെ മറ്റൊരാളെ പോലെ ചെയ്യാൻ അയാളെ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ആർട്ട് ചെയ്യണം എന്ന് തോന്നി അതെല്ലാവരും ചെയ്യണം എന്ന് ഞാൻ പറയും. അല്ലാണ്ട് ഇത്രയും പേരുണ്ട് ഇനിയിപ്പോൾ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനൊന്നുമില്ല. ചിലരെന്നോട് ചോദിക്കും, ചേട്ടാ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? കാര്യം ഇപ്പോൾ 2025 ഇതൊക്കെ ഭയങ്കര സാച്ചുറേറ്റഡ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ക്യാൻ ബ്രിങ് സംതിങ് ഡിഫറെൻറ്റ് ടു ദ ടേബിൾ, അതാണ്. ഇപ്പൊ ഷോർട്ട് കണ്ടന്റ് ഒക്കെ ഭയങ്കര ബൂമിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അതിൽ വ്യത്യസ്തമായിട്ട് അവതരണത്തിലോ എന്തിലെങ്കിലും എന്ത് കൊണ്ടുവരാൻ പറ്റും, അത് ആൾക്കാർ ഏറ്റെടുക്കും. ഇപ്പൊ റീസെന്റ് മണി ചാലഞ്ച് ആയിട്ട് ഇപ്പൊ കുറെ പേര് തുടങ്ങിയിട്ടുണ്ട്. അത് ഉബൈദാണ് ആദ്യം തുടങ്ങിയത്. അത് നമ്മുടെ മൈജി ആയിട്ട് തന്നെ സൊസൈറ്റി തുടങ്ങിയത്. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ മണി ചാലഞ്ച് തുടങ്ങിയപ്പോ അതൊരു വ്യത്യസ്തമായിരുന്നു. ആൾക്കാർ ഏറ്റെടുത്തില്ല. ആ വീഡിയോസ് ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, പിന്നെ അറിയിക്കപ്പെടുന്നവരുടെ പൈസ എത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ഒരു ട്രെൻഡ്. ഇപ്പൊ വേറെ കുറെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പോലെ കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ചൂട് പറ്റി ഇപ്പൊ വേറെ ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളൊരു വ്യത്യസ്തമായിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ അത് നല്ലതാണെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അതിനങ്ങനെ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കോമ്പറ്റീഷനിൽ ഒരു ഇപ്പൊ കറന്റ്ലി ഇതായിട്ട് നിൽക്കുന്ന സിംഗേഴ്സിനെ റപ്പർമാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇപ്പൊ ഫെജോ ആണ് എന്നെ മലയാളത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാൾ. പിന്നെ അതുപോലെ തിരുമാനിയുടെ സോങ്സ് കേൾക്കാറുണ്ട്, വേടന്റെ സോങ്സ് കേൾക്കാറുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കട്ടെ, ചേട്ടൻ ഇപ്പൊ സക്സസ്ഫുൾ ആണ്. ഈ സക്സസ്ഫുൾ ആവുന്നതിന് മുന്നേ ഒരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെ ഓവർകം ചെയ്തു? സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും സക്സസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില ആൾക്കാർ നോക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഇപ്പൊ ഞാനുള്ളത്. അപ്പൊ അവരുടെ കണ്ണിൽ ഞാൻ സക്സസ്ഫുൾ ആണ്. പക്ഷെ ഞാൻ പേഴ്സണലി തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ അല്ല എന്ന് തോന്നുന്നു. മീനാക്ഷിയുടെ കണ്ണിൽ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ ആ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം, ഇതുവരെ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു പോയിന്റ് ആയിട്ട് കാണാം. തുടക്കം പോയിന്റ്, ഇതിപ്പോ ഒരു മിഡിൽ പോയിന്റ് ആയിട്ട് കാണാം. ഇവിടെയാണ് ഞാൻ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് വിചാരിക്കും. ഇവിടം വരെ എത്താൻ ഡെഫിനറ്റ്ലി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മൈൻഡ് ബ്ലോക്ക് വരും. കാര്യം ക്രിയേറ്റിവിറ്റി ഫോഴ്സ് ചെയ്യപ്പെടുമ്പോഴേ ഞാൻ ഇനി എന്താ അടുത്ത ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളല്ലോ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കണത് ഒന്ന് കാമായിട്ടിരിക്കുക, ജസ്റ്റ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്നുള്ളതാണ്. പക്ഷെ ആ സ്റ്റെപ്പ് എടുക്കാനും കൂടി അതിന്റെ ഒരു പ്രിവിലേജും കൂടി നമുക്ക് വേണം. കാര്യം ഇപ്പൊ നമ്മുടെ ലൈഫ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെങ്കിൽ, ഇൻകം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെങ്കിൽ പറ്റില്ല. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്ന് വന്നാൽ എനിക്കൊന്നും മൈൻഡിൽ വരുന്നില്ല, എന്താ ഞാൻ ഇപ്പൊ ചെയ്യാന്നുള്ള. അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സ്റ്റക്കായി കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട്. അതെ അതെ, അതൊന്ന്. പിന്നെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നാലുപാടെന്നുള്ള ഒരു പുച്ഛമാണ്. കാര്യം ആരും നമ്മളെ അണ്ടിൽ നമ്മള് എവിടെയെങ്കിലും ഒന്ന് എത്തുന്നവരെ ആരും നമ്മളെ വിശ്വസിക്കില്ല. മനസ്സിലായി? എപ്പോഴും കേട്ടിട്ടില്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കണ്ടന്റ് ഇടോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ആയിരിക്കും ഏറ്റവും അപ്രിസിയേഷൻ കിട്ടുക. അപ്പൊ ഇത് ഒന്ന് റണ്ണിങ് ആക്കി കിട്ടുക എന്നുള്ളത് ഭയങ്കര പാട്. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം ഞാൻ എൻ്റെ അടുത്ത് പലരും ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതൊന്നും എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവലിലായിരിക്കും ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അന്നായിട്ട് 2017. അപ്പൊ യൂട്യൂബ് ചാനൽ അതൊക്കെ ഇത് പഠിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞ അങ്ങനത്തെ റെസ്പോൺസ്
കിട്ടുന്ന അതിന് തീരെ വിലയില്ലാണ്ട്. പക്ഷെ ഇന്ന് അതേ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ എന്നെ പിന്നീട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല വർക്ക്സിനും അങ്ങനെ വന്നിട്ടുള്ളത്. ഇന്നിപ്പം ഒരു പൈസേനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഇപ്പം അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പം നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ പാഷൻ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു അൺബോധഡ് ആയിട്ടുള്ള മൈൻഡാണ്. മെന്റൽ സ്ട്രെങ്ത് നല്ല രീതി വേണം. കാര്യം നമ്മൾ ഇന്റർനെറ്റ് പോലെ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളെ കൊണ്ട് ഇടുന്നത്. എന്ത് ടൈപ്പ് ആൾക്കാരും അത് കാണാം, എങ്ങനെയൊക്കെയുള്ള കമന്റ്സും വരാം. അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിൽ തളർന്നു പോകുന്ന ഒരവസ്ഥ വരരുത്. അങ്ങനെയാണ് പിന്നെ അതിന് നിൽക്കരുത്. കാര്യം അതാണ് ഈ ജോബ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം. എന്ത് കേട്ടാലും നമ്മൾ നമ്മളുടെ ഇതിൽ ഉറച്ചു നിൽക്കുക. ഇപ്പൊ കാർത്തിക് സൂര്യയുടെ കാര്യം തന്നെ എടുക്കാം. അവൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര അവന് മോശമായിട്ട് ഇത് കാര്യം എപ്പോഴും ഇങ്ങനെ അവൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തുടങ്ങിയ സമയത്ത് കാര്യമുണ്ട്. ഇപ്പൊ അളിയൻ ശാന്തനാണ്. ഇപ്പം മൊത്തം ഒരു ട്രാൻസ്ഫോർമേഷൻ ആയി. ആഫ്റ്റർ 30s ഇപ്പൊ പുതിയൊരു ഇതാണ്. എന്നാൽ കൂടി തുടങ്ങിയ സമയം തുടങ്ങി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു അവന്. ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, അവന്റെ ഒച്ചയായിട്ട തലവേന എടുക്കും. പക്ഷെ എന്നിട്ട് അവനിപ്പോ എവിടെയാ, മനസ്സിലായില്ലേ? അപ്പൊ അന്ന് ഇനി കമന്റ്സ് കേട്ടിട്ട് ഓ അവനെ മതി എന്നും പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇന്നത്തെ കാർത്തിക് സൂര്യ നമുക്ക് കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒരു ഇൻസ്പിറേഷൻ ആണ്. പുള്ളി കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും. ഷാസു പറഞ്ഞ ഒത്തിരി ക്രിറ്റിസിസം ഇപ്പോഴും പല കാര്യങ്ങളും പറയുന്നതിന് അവനെ ഏറി പോകാറുണ്ട്. ഇപ്പൊ മായമച്ചൻ പ്രാങ്ക് ചെയ്യുന്നതിന് കുറെ കേട്ടിട്ടുണ്ട്. യൂട്യൂബ് ഇൻകത്തിനാണ് ഇപ്പൊ റീസെന്റ് പുള്ളി ഒന്ന് ഏറി പോയത്. അതെ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മായമച്ചൻ ആണെങ്കിലും പ്രാങ്ക് ചെയ്യുന്നതിനൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പോലും ബ്യൂട്ടി ബ്ലോഗേഴ്സും പല രീതിയിലുള്ള ക്രിറ്റിസിസംസ് കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളതിലും തളരാതെ ഫ്രണ്ടിലേക്ക് പോവുക എന്നുവെച്ചാൽ ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്നല്ല, നല്ല ക്രിറ്റിസിസംസ് ആണെങ്കിൽ എടുക്കാം. പക്ഷെ അല്ലാണ്ട് വേറൊരാളുടെ ഒപ്പീനിയനിലല്ല എന്റെ ബർത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുള്ളത് ഭയങ്കര ഇതാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിക്കോളും. അപ്പൊ ആ സ്ട്രഗിള് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 5 lakh സബ്സ്ക്രൈബേഴ്സ് ആവാറേ എനിക്ക് യൂട്യൂബില്. പക്ഷെ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. ഒരു 500, 1000, 5000 അതിലൊക്കെയാണ് നമുക്ക് ഭയങ്കര. പിന്നെ നമ്മൾ നമ്പേഴ്സിൽ ഫോക്കസ്ഡ് അല്ലാതാവും. അങ്ങനെ വേണം ശരിക്കും. നമ്പേഴ്സിൽ ഫോക്കസ്ഡ് ആയാലും പ്രശ്നമാണ്. നമുക്ക് എപ്പോഴും 1 million ആയാലും തോന്നും പിന്നെ 2 million ആയിക്കൂടെ എന്നുള്ളത് തോന്നും. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ്. ചേട്ടാ, അപ്പം ഓഡിയൻസിനോട് ചേട്ടൻ്റെ ഫാൻസ് ഉണ്ടാവാം, ചേട്ടനെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഇതുപോലെ ചേട്ടൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വന്ന ഒരാളല്ലേ. അപ്പം അതേപോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അവരോടൊക്കെ എന്താണ് ചേട്ടന് പറയാനുള്ളത്? അവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാസങ്ങളുടെ ബ്രേക്ക് എടുത്തിട്ട് പോലെ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു 10,000 പേരെങ്കിൽ അത്രയും അല്ല 5, 10, 10,000 ആൾക്കാർ അത് കാണുന്നുണ്ട്. ഇപ്പോഴും കുറച്ചാണെങ്കിലും മെസ്സേജ് വരുന്നുണ്ട് ബ്രോ എവിടെയാണ് എന്താണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ വളരെ അടുത്ത നമ്മളോട് ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവരോട് എനിക്ക് എപ്പോഴും സ്നേഹം തന്നെയാണ്. പിന്നെ ഫാൻസ് എന്നതിലുപരി അവരെ എന്താ പറയുക, ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്ന് പറയാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഫാനാണെന്ന് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ഇപ്പം എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ ഇടുകയാണെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട് ഞാൻ ഈ പുള്ളിയുടെ ഫാനായിട്ട് അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചത് എവിടെ ഈ ഫാൻസ് ഒക്കെ, ഞാൻ കാണുന്നില്ലല്ലോ. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാണ്ട് അങ്ങനെ ഒന്നുണ്ട്. അപ്പം എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിയ വർക്ക്സ് കാര്യം 2026 എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാര്യം ആദ്യമായിട്ടാണ് ഒരു വർഷം ഞാൻ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാത്തത്. കാര്യം ഇതുവരെ വന്നത് ഓക്കെ ആയിട്ട് തോന്നിയത് എനിക്കിപ്പോഴാണ്. മറ്റേത് ഓരോ വർഷം തുടങ്ങുമ്പോഴാണ് ഈ വർഷം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ തോന്നും. പക്ഷെ 2026 കയറിയപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പം ഞാൻ ഓക്കെയാണ്, ഇത് കൊള്ളാം, ഇതിങ്ങനെ തന്നെ പോയിട്ട് ഇതിൽ നിന്നുകൊണ്ട് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ കയറിയത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വർഷം കുറച്ച് സോങ്സ് ചെയ്യണം. പിന്നെ ലൈവ് പരിപാടികൾ ഞാൻ ലൈവ് വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മ്യൂസിക് പരിപാടിയാണെങ്കിലും സ്റ്റാൻഡപ്പ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ കുറച്ച് ഷോസേ ചെയ്തിട്ടുള്ളൂ സ്റ്റാൻഡപ്പ്, ഒരു 3-4 ഷോസ് ചെയ്തിട്ടുള്ളൂ. അത് കോളേജസിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ലൈവ് പരിപാടികളിലേക്കൊക്കെ ചെയ്യണം, കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. എക്സാക്ട്ലി. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഡെഫിനറ്റ്ലി എന്തായാലും ചെയ്യുകയും ചെയ്യും ഈ വർഷം. അതെ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്. ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ, വരും. അതാണ്. അതെ. ചേട്ടൻ്റെ പുതിയ സോങ്സിനായിട്ട് ഞാനും ഓഡിയൻസും വെയിറ്റിംഗ് ആണ്. ചേട്ടൻ്റെ ഡ്രീം ആയിട്ടുള്ള സിനിമയിൽ ചേട്ടൻ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. അതുപോലെ മീനാക്ഷിക്കും ബ്രാൻഡ് യാത്രയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ്.
അടിപൊളി വ്യക്തിയാണ്. എനിക്ക് ഇപ്പോഴല്ല കാണുന്നത്, എനിക്ക് നേരത്തെ അറിയാം. അപ്പം അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു.